ഹലോ, എടാ പാത്രം കിട്ടിയാ? എടാ കൊച്ചുപിടി കളിക്കുമ്പോ കാലിന്റെ താഴ്ത്ത് വെച്ച് കളിക്കുന്ന പാത്രം ഇല്ലേ, അത് ഞാൻ കൊണ്ടുവന്നാണ്. ഇവിടുത്തെ പാചകക്കാരൻ്റെ എന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ടുപോയടാ അത്. എടാ നമുക്ക് ഈ 13 സമൂഹ വിവാഹം നടക്കുന്നതല്ല പ്രധാനം. ഇവിടുത്തെ ആ പണ്ടാരക്കാലിന്റെ അരങ്ങേറ്റം അങ്ങനെ എന്തോ ഒരു പണ്ടാരം കൊച്ചുപിടിഞ്ഞ് നടക്കുന്നുണ്ട്. എടാ അത് കഴിഞ്ഞാലേ നമുക്ക് പൈസയൊക്കെ കിട്ടുള്ളൂ. നീ എവിടെന്നേലും പാത്രം മോന്തി കൊണ്ടുപോടാ. എടാ നീ വരുന്നുണ്ട്. എവിടെയായിരുന്നു സാറേ? അരങ്ങേറ്റൊക്കെ അല്ലേ? വയറിന് ചെറിയ ബുദ്ധിമുട്ട്. അപ്പൊ ചെറിയൊരു ഈ സമയത്താ മനുഷ്യനല്ലേ മുട്ടി തീർക്കാൻ പറ്റുമോ? അത് പറ്റില്ല. എടാ ഞാൻ ഇത്രയും കാശൊക്കെ മുടക്കിയിട്ട് എന്തിനാണ് ഈ സാമൂഹിക പാഠം നടത്തുന്നത്? സാമൂഹ്യ പാഠം അല്ല സാറേ, സമൂഹ വിവാഹം. എന്ത് പണ്ടാറായിട്ട് നിനക്ക് മനസ്സിലായില്ലേ? അതെന്തിനാ? ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികൾ കുറവായിരിക്കും. 22 കൊല്ലം ഞാൻ കൊച്ചുപടിക്ക് വേഷം തൊട്ട് തുടങ്ങിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇതിന്റെ അരങ്ങേറ്റത്തിന് മുഹൂർത്തം കിട്ടിയേക്കുന്നത്. അതിന് കാരണം ആൾക്കാർ വേണം. അത് വേണം. അതാണ് ഈ 13 കല്യാണം കുന്തം കുറച്ചക്കറും നിന്റെ ഈ മാനേജറിന്റെ ഒരുക്കി വെച്ചേക്കണത്. അല്ല അതൊക്കെ ഓക്കെ. അതെന്തിനാ ഈ ടൈപ്പ് റെക്കോർഡ് നിന്റെ കയ്യില്? അന്ന് റെക്കോർഡ് വെച്ച പാട്ട് ഇതിലിരിക്കണത്. ഇതിലെന്തിനാ അരങ്ങേറ്റം ചെയ്യും, അടിച്ചു പൊളിക്കും, സൂപ്പറാക്കും. നൊസ്റ്റാൾജിയാണ്. അല്ല സാറേ, അല്ല ഇതേ മുഖത്ത് ഇത്രയും മേക്കപ്പ് ഒക്കെ മുകളിൽ ഇട്ടിട്ടില്ലേ, കുറച്ച് താഴ്ത്ത് വാരി തേക്കായിരുന്നില്ലേ? അല്ല ഇവിടെയൊക്കെ കറുത്തിരിക്കാല്ലോ, ഇവിടെയൊക്കെ തേക്കായിരുന്നില്ലേന്ന്. 60,000 കൊടുത്ത് 6 പണിക്കാരെ വെച്ച് ചെയ്ത വർക്കാണിത്. ഇത് താഴത്തേക്ക് വരുമ്പോഴേക്കേ എന്റെ വീടിന്റെ ആധാരം ബാങ്കിൽ കൊണ്ടേക്കേണ്ടി വരും. അല്ല അതിന്റെ എന്നാലും മേക്കപ്പ് നന്നായിട്ടുണ്ട്. മീശ കാണാൻ നല്ല രസമുണ്ട്. പാലും വെള്ളത്തിൽ പഴുതാരി തത്ത് കിടക്കണ പോലെ ഉണ്ട്. അല്ല ഇതെന്താ മറുകുണ്ടല്ലോ ഇവിടെ? ഒരു മറുക് കരികണ്ണ് പറ്റാണ്ടിക്ക് ചെയ്തേക്കണേ. ഈ മുഖത്തിന് ഗന്ധ കരികണ്ണ് പറ്റാനാണ്. അല്ലടോ ഞാൻ ഇങ്ങനെ വരെയെന്ന് പറഞ്ഞത്. സാണ്ടിൽ പൂത്ത കാശില്ലേ, നടന്നു വന്ന കുഴപ്പമൊന്നുമില്ല. അതല്ലടോ, പിന്നെ ഞാൻ മറ്റേ പൈസ ഇൻട്രൊഡക്ഷൻ അത് ഭയങ്കര ഹോളിവുഡ് സ്റ്റൈലാണ്. സാറേ ഈ കതിർ മണ്ഡപം കണ്ട അതിന്റെ ബാക്കിൽ ഈ ചെക്കനും പെണ്ണിരിക്കും സ്റ്റേജിൽ. അപ്പൊ അങ്ങോട്ട് വാ, ആ കാണ പീരങ്കി കണ്ട? പീരങ്കി പിന്നെ ഇത് കുഴപ്പം കരിഞ്ഞ പോലെ ഉണ്ടല്ലോ. അത് പീരങ്കിയാണ്. അതിന്റെ ഉള്ളിൽ സാധനം ഞാൻ കുത്തി നിറയ്ക്കും. എന്നിട്ട് മൂട്ടിൽ തിരിയുടെ സാധനം പൊട്ടിത്തെറിക്കും. സാറ് പറന്ന് വന്ന് കതിർ മണ്ഡപത്തിൽ വീണു, ചക്കനും പൊണ്ണിനെ താലി എടുത്ത് കൊടുക്കണം, കല്യാണം നടത്തണം. അങ്ങനെ ഉണ്ട്. വെറൈറ്റി അല്ലേ? ഒരു വട്ടമല്ലേ? ഒരു വട്ടമല്ല, പിന്നെ 13 തവണ ഞാൻ സാറിന്റെ മൂട്ടിൽ തിരിയിട്ട് പൊട്ടിക്കും. ഒരു കാര്യം ചെയ്യോ, ഈ 13 മാറ്റി 16 ആക്കാൻ പറ്റുമോ? എന്റെ 13 ചെയ്യുമ്പോ എന്റെ അടിയന്തരം വേറെ പിള്ളക്ക് വരാവില്ലടാ. അത് വേണ്ട, വേറെ വെറൈറ്റി ഉണ്ട്. സാറിനെ ഞാൻ ഇതിന്റെ മേലെന്ന് കയർ കെട്ടി ഇറക്കും. ഞാൻ ടാർസന്റെ കുട്ടിയാ? അതല്ലേ ഞാൻ പറയുന്നത് കേക്ക്. നീ പറഞ്ഞു എന്റെ കാലിമ കെട്ടി ഇറക്കാനല്ലേ? കാലിലല്ല, പിന്നെ സാറിന്റെ കഴുത്തിൽ കയർ കെട്ടി ഞാൻ അവിടെ നിന്ന് ഇറക്കും. അപ്പൊ ഞാൻ ചാവൂല്ലേ? ചെറുതായിട്ട് കുറുമ്പ് അടിക്കുന്ന പോലെ ഒന്ന് ചാകും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാത്തേ ഉള്ളൂ. സാറ് സമയം 12 മണിയായി, മുഹൂർത്തം സമയം താലി കെട്ടണ്ടേ? മുഹൂർത്താണ് അവിടുത്തെ വലിപ്പം. എന്റെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മറന്നു. സീഡി പൂട്ടി ഇതിലല്ല എന്റെ പാട്ടിരിക്കണത്. എന്താ ശരി, ഓക്കെ. ഞാൻ എന്റെ മുന്തേ പാത്രമൊക്കെ എന്ത് എത്തിയിട്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, ഇതും മറ്റേ 22 വർഷം മുന്നായിരുന്നു മറ്റേ പാത്രം ഇതൊക്കെ. ഇത് വത്സനാട്ടോ ഇട്ടാണ്ട് കളിച്ചോ? 12 മണിയായി കളിക്കണ. ഞാൻ റെഡി ആയിക്കോ, ഇടട്ടെ? ഓക്കെ എന്നാ പിടിച്ചോ. സാറേ അരങ്ങേറ്റ അടിപൊളി. മുഹൂർത്തത്തിന് സമയായി. സാറ് വേഗം മറ്റേ പീരങ്കിന്റെ ഉള്ളിൽ കയറിയിരിക്കും. എന്തിന്? തിരിയിട്ട് പൊട്ടിക്കണ്ടേ? കൂടാ. കൊള്ളായിരുന്നു.